സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആമസോണിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓഗസ്റ്റ് 16 തൊട്ട് 20 വരെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദാമ്മമാരൊക്കെ നോക്കിയിട്ട് പോകണം എന്തിനെ തിരക്കുന്ന ഓളിയുണ്ട്. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഫാഷൻ സെയിലാണ് നടക്കുന്നത്. 70% വരെ, അപ് ടു 70% വരെ ഡിസ്കൗണ്ട് നമുക്ക് ബ്യൂട്ടി അതുപോലെ തന്നെ ഫാഷൻ കാറ്റഗറിയിലുണ്ട്. അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്നത് തന്നെ ആദ്യം പറയാം. പക്ഷേ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് അറിയട്ടെ, എൻ്റെ പേര് ഷെൽമി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഹാളിൽ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ, അതും ലീവ സർട്ടിഫൈ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹാൾ ചെയ്തിരിക്കുന്നത്. അതും ഒക്കെ 1500 ഉള്ളിലുള്ള റേഞ്ചിലുള്ള കളക്ഷൻസ്. അത് സെയിലിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് റേറ്റ് എത്രയാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ഇനി നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് എല്ലാം പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് റെഡ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വിസ്കോസ് റയോൺ മെറ്റീരിയലാണ് നമുക്ക് ടോപ്പ് വരുന്നത്. ഒരു എ ലൈൻ കുർത്തിയാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റൊക്കെ കൊടുത്തിട്ട് ഒരു ഡ്രോ സ്ട്രിങ് ഒക്കെ കൊടുത്ത് കെട്ടാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഷേപ്പിൽ കിടക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ ഒരു ഭംഗിയിലൊക്കെ കിടക്കില്ല, പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട, ഓൾട്ടർ ചെയ്യേണ്ട. ഇനി ഇത് വേണ്ട, നമുക്ക് ഇത് വെറുതെ വിട്ടാലും ലൂസായിട്ട് കിടക്കും ചെയ്യും. അപ്പോൾ ഒരു ഫ്ലീറ്റഡ് 2 സൈഡ് കൊടുത്തിട്ട് യോക്കിൽ ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ഓർഗൻസ മെറ്റീരിയൽ, അതിൽ പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ ഫുൾ ഓർഗൻസിൽ പാച്ച് വർക്ക്. അതും കളർ കോമ്പിനേഷൻ നോക്കിയാൽ ബ്ലാക്ക്, റെഡ്, ഗ്രീൻ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫുൾ ഓവറോൾ നമുക്ക് പ്ലെയിൻ തന്നെയാണ്, ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ. പാൻറ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റ് വരുന്നതും സെയിം ആ ഒരു ബ്ലാക്ക് കളറിൽ, അതിൽ ഈ സെയിം സ്ലീവിൽ കൊടുത്തിരിക്കുന്ന പാച്ച് വർക്ക് തന്നെ പാൻറ്റിൻ്റെ എൻഡിലും പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1050 ആ ഒരു റേഞ്ചിൽ അങ്ങോട്ട് വരും ഞാൻ മേടിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എത്രയാണ് സെയിലിൻ്റെ സമയത്ത് നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുക, അതെങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അടുത്തേക്ക് പോയാലോ. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ് ടോപ്പ് വരുന്നത്. അതിൽ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്ക്, ത്രെഡ് വർക്ക് എല്ലാം കൂടിയിട്ടായിട്ടുള്ള വർക്കാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ചെറിയ ബൂട്ട വർക്ക് ഒക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. ബാക്ക് സൈഡിലൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ പ്രിറ്റി ആയിട്ടുള്ള ഒരു വർക്കും ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു മജന്ത കളർ. ഇതിൽ വേറെ കളർ ഷെയ്ഡൊന്നും ഇല്ല, ഈ ഒരു കളർ ഷെയ്ഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ്റ് വന്നിട്ടുണ്ട്. പാൻറ്റ് വരുന്നത് നമുക്ക് സാധാരണ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ, സൈഡിൽ പോക്കറ്റ് ഇല്ല. പിന്നെ ഇതിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഒഴുകി പോകുന്ന ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഓർഗൻസ മെറ്റീരിയൽ. അപ്പോൾ ദുപ്പട്ടയിലും ഫുൾ ഇതുപോലെ എംബ്രോയ്ഡറിയുടെ വർക്ക് വന്നിട്ടുണ്ട്. ഓവർ ടോപ്പ്, ദുപ്പട്ട, പാൻറ്റ് എല്ലാം കൂടി വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ കളറും അതിൻ്റെ ഒരു വർക്ക് എല്ലാം കൂടി ഓവറോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. പെർഫെക്റ്റ്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു പാകിസ്ഥാനി ഡ്രസ്സാണ്. നൈറ കട്ടാണ് ടോപ്പ് വരുന്നത്. യോക്കിൽ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ചൈനീസ് കോളറാണ്. പിന്നെ ഇത് മൊത്തം കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൻ്റെ മെറ്റീരിയലിൽ നല്ലൊരു എംബ്രോയ്ഡറിയുടെ വർക്ക്, പിസ്ത ഗ്രീൻ കളറിൻ്റെ ഒരു ത്രെഡ് വർക്കോട് കൂടിയിട്ട് അതിൽ സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവ് ഒരു 3/4 കുറച്ചുകൂടി കൂടുതലുണ്ട്. പിന്നെ എൻഡ് പോർഷനിൽ ചെറുതായിട്ട് ഒരു ആ സെയിം ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് കുറച്ച് പ്രത്യേകമുണ്ട്, ഈ ഒരു എൻഡ് സൈഡ് ആകുമ്പോൾ കുറച്ചിങ്ങനെ ലൂസ് ടൈപ്പ് ആയിട്ടുള്ള മോഡലായിട്ട് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് നൈറ കട്ടാണ്. നൈറ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ കട്ട് വരുന്നത്. സൈഡിൽ നമുക്ക് ആ സെയിം ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു സീ ത്രൂ പോലൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഫ്രണ്ടിൽ എംബ്രോയ്ഡറി വർക്കും പാച്ച് വർക്കും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ ബാക്ക് പോർഷനിലൊക്കെ നന്നായിട്ട് നമുക്ക് ആ ഒരു സീ ത്രൂ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നൈറ കട്ട് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ കൂടെ പാൻറ്റ് വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ. പാൻറ്റ് അല്ല, ശരിക്കും ഇത് പലാസോ ആണ്. അതിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ഫുൾ എംബ്രോയ്ഡറിയുടെ ചെറിയൊരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ദുപ്പട്ട വരുന്നത് നമുക്ക് ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ.
ഡബിൾ ഷെയ്ഡ് ആ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ സൈഡിൽ ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ലൊരു സട്ടലായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു സെറ്റ്. അത്യാവശ്യം ഇതിന് റേറ്റ് ഉണ്ട് 1000 സംതിങ് ആ ഒരു റേഞ്ച്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിൽ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്, ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം പിങ്കും. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ തന്നെയാണ് 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. ടോപ്പ് വരുന്നത് നമുക്ക് സ്ട്രേറ്റ് കുർത്തിയാണ്. പിന്നെ മെറ്റീരിയൽ വിസ്കോസ് റയോൺ മെറ്റീരിയൽ, അതിൽ അടിപൊളി ഒരു വി നെക്കിൽ ഫുൾ ഓവറോൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് വർക്കല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രെഡ് വർക്ക്. എന്ത് ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നല്ല പ്രിറ്റി, നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതേപോലെ തന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഓർഗൻസയുടെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിങ്ങും ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഓവറോൾ ചെറിയ സ്വീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. നല്ലൊരു മെറൂൺ ഷെയ്ഡ്. അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ്റ് വരുന്നുണ്ട്. പാൻറ്റിൻ്റെ എൻഡിലും നമുക്ക് ഓർഗൻസയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലൊരു പോക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ പ്രിറ്റി ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ട, ഫുൾ ഇതിൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. സൈഡിലിന് സ്കാലപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ അടിപൊളി ഒരു 3 പീസിൻ്റെ കുർത്ത സെറ്റാണ് കേട്ടോ. കുർത്തി എന്ന് പറയുമ്പോൾ ഇതിൽ കളേഴ്സ് ഈ കളർ തന്നെയേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാം, കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല കളേഴ്സ് കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. മിക്കതും ഞാൻ ഈ ഹോളിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മിക്കതും ലാർജ് ആയിരിക്കും. എന്തെങ്കിലും ഒന്ന് മാറ്റം വരാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി സെറ്റല്ലേ, ലാർജ് സൈസ് വിസ്കോസ് റയോൺ മെറ്റീരിയൽ. അടുത്തതും ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് 2 പീസിൻ്റെ ഒരു കോട്ടൻ്റെ സെറ്റാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് കുർത്തി എന്നും പറയാം. പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. സ്ട്രേറ്റ് കുർത്തിയിലും അനാർക്കലി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം ഇവിടെ ചെറിയ ഫ്ലീറ്റ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പാറ്റേൺ എന്തോ പേര് പറയും. അപ്പോൾ സ്ട്രേറ്റ് കുർത്തിയും അല്ല അനാർക്കലിയും അല്ല, പക്ഷേ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ്. ഇനി യോക്കിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഇത് 3 ഡിഫറെൻറ്റ് പീസായിട്ട് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നടുക്കിലൊരു ഡിഫറെൻറ്റ് കളർ, 2 സൈഡിലൊരു ഡിഫറെൻറ്റ് കളർ. ആ സൈഡിൽ തന്നെ നമുക്ക് ഒരു ഫ്ലീറ്റ് വർക്കും അതുപോലെ തന്നെ ഡ്രോ സ്ട്രിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടി, കാരണം ആ ഷേപ്പിലൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ട്രേറ്റ് കുർത്തി പോലെ തന്നെ കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് യോക്കിൽ വർക്കൊന്നുമില്ല. സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിൽ ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ്റ് കൂടി വന്നിട്ടുണ്ട്. പാൻറ്റ് നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു ഗ്രീനും അതിൻ്റെ കൂടെ ഒരു ബ്ലൂ കളറിൻ്റെ പ്രിൻറ്റഡ് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത്. ഇത് കോട്ടൺ ആണ്. അതുപോലെ അതിനോട് കൂടിയിട്ട് പ്രിൻറ്റ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. ഈ ഒരു പാറ്റേൺ എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് കറക്റ്റ് ഇങ്ങനെ ഷേപ്പിലൊക്കെ കിടന്നോളൂ, നല്ല ഭംഗിയിൽ കിടന്നോളൂല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ്, ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ലാർജ് തന്നെയാണ്. അപ്പോൾ ഈ ഹോളിൽ മൊത്തം നമ്മൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ലാർജ് സൈസാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ കളക്ഷൻസ്? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും ആമസോൺ ഹോളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും, നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുത്തു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. സെയിൽ മറക്കണ്ട കേട്ടോ.